മരിച്ചിട്ട് ഇത്രയും വർഷമായിട്ടും അദ്ദേഹത്തിന് ഫാൻസ് ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പുതിയ ജനറേഷൻ അടക്കം അദ്ദേഹത്തിൻ്റെ ഒരു ഫാനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വേൾഡിൽ എവിടെ ചെന്നാലും അദ്ദേഹത്തിൻ്റെ ഫാൻസ് ഉണ്ട്. വേറെ ആരുമല്ല ഞാൻ പറഞ്ഞു വന്നത് ദ കിങ് ഓഫ് പോപ്പ് മൈക്കിൾ ജാക്സനെ കുറിച്ചാണ്. അപ്പോൾ ഞാനിവിടെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റെൻസിലായിട്ടാണ് ചെയ്തേക്കുന്നത്. എനിക്കറിയാം കുറച്ചൊക്കെ ഇംപെർഫെക്ഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഞാൻ എൻ്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഇത് ഒരു നല്ല രീതിക്ക് വരച്ചെടുക്കാനായിട്ട്. സ്റ്റെൻസിലായിട്ട് ചെയ്യാനായിട്ട് കുറച്ച് ഡ്രോയിങ് അറിഞ്ഞിരുന്നാൽ മതി. ആദ്യം ഇതുപോലെ ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം എന്താ ചെയ്യുക, ഒരു ബ്ലാക്ക് കളർ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇത് വരയ്ക്കുന്നതിനെക്കാട്ടി മുന്നേ ഒരു പെൻസിൽ യൂസ് ചെയ്തിട്ട് ഒരു റഫ് ഫിഗർ വരച്ചെടുക്കണം. എന്നിട്ട് ഒന്നില്ലെങ്കിൽ CD മാർക്കറോ അതുപോലെ സ്കെച്ചോ യൂസ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഔട്ട്ലൈൻ ഫുള്ളും ചെയ്തെടുക്കാം. ഞാനിത് പിൻട്രസ്റ്റിൽ ഒരു പിക്ചർ നോക്കി വരച്ചാണ്. ഇനി വരയ്ക്കാൻ അറിയാത്തവർക്ക് വേണമെങ്കിൽ ട്രേസ് എടുത്ത് വരയ്ക്കാം. മൈക്കിൾ മൂവി ഇറങ്ങിയ ടൈമിൽ എൻ്റെ ഇൻസ്റ്റാ ഫീഡ് ഫുള്ളും മൈക്കിൾ ജാക്സൻ്റെ റീൽസ് ആയിരുന്നു. സോ അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ മ്യൂസിക്സൊക്കെ കാണാൻ തുടങ്ങിയത്. നമ്മളെ ഡ്രോയിങ് ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഔട്ട്ലൈൻ വരയ്ക്കാൻ മാത്രമാണ് ഇത്തിരി ടാസ്ക് ഉള്ളത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ബ്ലാക്ക് കളർ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ വരച്ചത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് കമൻസിൽ പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ ആര് വരയ്ക്കണമെന്നും കൂടി കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഇതൊന്നും മറക്കണ്ട. അപ്പോൾ അതെ നമ്മളെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയാൻ മറക്കരുത്. അപ്പോൾ ശരി.